ബോച്ചയുടെ ജയിലിലെ കുന്തളിപ്പിന് പിന്നിലുള്ള കാരണം ഇതാണ്. ബോച്ചെ വിഷയത്തിൽ പോലീസിന്റെ വീര്യം പെട്ടെന്ന് പോകുവാൻ കാരണമെന്ത് എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസം ഐറ്റ് ന്യൂസ് പുറത്തുവിട്ട വാർത്ത അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലായിരുന്നു. ഇന്നലെയും ഇന്നും കാക്കനാട് ജയിൽ വളപ്പിലും കോടതിയിലും അരങ്ങേറിയ അസംഭവങ്ങൾ. പോലീസിന്റെ വീര്യം പെട്ടെന്ന് ചോർന്നു പോകുവാനുള്ള കാരണം ഭരണമുന്നണിയിലെ പ്രമുഖരുടെ നിർദ്ദേശം കിട്ടിയതുകൊണ്ടാണെന്നും ഇരുകൂട്ടരും തമ്മിൽ ഒരു ഡീലിൽ എത്തിയെന്നും അതുകൊണ്ടാണ് ബോബിക്ക് ജയിലിൽ VIP പരിചരണം കിട്ടിയതും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാതെ ജാമ്യത്തിലുള്ള കളമൊരുക്കിയത് എന്നുമായിരുന്നു ഞങ്ങൾ നൽകിയ വാർത്ത. പണം കൊടുത്താൽ അത് സെക്സ് വർക്കർ ആണെങ്കിലും വക്കീലാണെങ്കിലും ശരി, ഡീൽ ഫിക്സിംഗ് ആണെങ്കിലും കൊടുത്ത പൈസ പരമാവധി വസൂലാക്കുന്ന പ്രകൃതക്കാരനാണ് ബോബി. ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത്. ബോബിയെ അടുത്തറിയാവുന്നവർക്ക് ബോബിയുടെ ഈ സ്വഭാവം നന്നായി അറിയാം. ചുരുക്കി പറഞ്ഞാൽ ബോബി വിഷയത്തിൽ ഇടപെട്ടവരെല്ലാം ആരുടെയോ ഭാഗ്യം കൊണ്ട് തലപോകാതെ കൂടുതൽ നാറാതെ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതുവാൻ. എന്തായാലും തന്നെ ഈ വിഷയത്തിൽ നിന്നും ഊരാനും തുടർ സംരക്ഷണം ഒരുക്കുവാനും കമ്മി നേതാക്കളുമായി കോടികളുടെ ഡീൽ ഉണ്ടാക്കേണ്ടി വന്നു. അതുകൊണ്ട് ജയിലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അങ്ങ് ആർമാദിച്ച് കളയാം, ഇതൊന്നും തന്നെ AC ഇല്ല എന്ന് നാട്ടുകാരെ കാണിക്കാം, കാശ് കൊടുത്തതുകൊണ്ട് ഇനി താൻ എന്ത് കോമാളിത്തരം കാണിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോടതി ജാമ്യം നൽകിയിട്ടും ബോബി അഹങ്കാരം കാണിച്ചത്. ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നപ്പോൾ ആദ്യ ദിനം തലകറങ്ങി വീണ ആളാണെന്ന് ഓർക്കണം. ബോബിക്ക് കാക്കനാട് ജയിലിൽ വഴിവിട്ട് സ്വാതന്ത്ര്യവും പ്രത്യേക പരിചരണവും നൽകി എന്നതിൻ്റെ തെളിവാണ് മറ്റ് സെല്ലുകളിൽ കിടന്ന റിമാൻഡ് കാലാവധി കഴിഞ്ഞ തടവുകാരുമായി മണിക്കൂറുകളോളം ഇടപഴകുവാൻ അവസരം ലഭിച്ചതും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു ദിവസം കൂടി ജയിലിൽ കഴിയുകയും ചെയ്തത്. അവിടെ ഒരുപാട് പേര് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ പോയതും അതുപോലെ ചെറിയ ചെറിയ കേസുകളായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേരോട് എന്നോട് സഹായം ചോദിച്ചു. ഞാൻ സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാറുള്ളതാണ്, ബോച്ചെ ഫാൻസ് ഇതിലൂടെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാമെന്നും മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അങ്ങനത്തെ ഒരു ലീഗൽ എയ്ഡ് സംവിധാനങ്ങൾ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ പല പ്രവർത്തനങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ അവിടുന്ന് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ഉണ്ടായി. ഈ ഷോ കാണിച്ചത് വേറെ ആരെങ്കിലുമായിരുന്നുവെങ്കിൽ പോലീസ് നാഭി ചവിട്ടിക്കലക്കി ബോണ്ടും ഒപ്പിടിച്ചു മേടിച്ച് എടുത്ത് പുറത്തെറിയില്ലായിരുന്നു. അതെല്ലാം പോട്ടെ, കോടതിയെയും നിയമവാഴ്ചയെയും വെല്ലുവിളിച്ച് ബോബി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും വെല്ലുവിളികളും ഇന്ന് രാവിലെ തന്നെ കോടതിയുടെ പരിഗണനയ്ക്കായി രേഖാമൂലം നൽകിയിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയ ആ ജാമ്യം റദ്ദ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇത്രയും നാണം കെടുത്തിയിട്ടും താടിക്കിട്ട് തട്ടിയിട്ടും പോലീസ് അപ്രകാരം ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചില്ല. കാരണം ആ ഡീല് തന്നെ. എൻ്റെ കാശുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു, നീയൊക്കെ പോകിനട എന്ന് തന്നെയാണ് ബോബി ഇതിലൂടെ പറഞ്ഞു വെച്ചത്. ഗത്യന്തരമില്ലാതെ പോലീസിനും സർക്കാരിനും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നു. കാരണം കാശ് കൊടുക്കുന്നവൻ അതിൻ്റെ പോര് കാണിക്കും, ഡീലുണ്ടാക്കിയവന് കുനിഞ്ഞു നിന്ന് കൊടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല. കോടതിയാണെങ്കിൽ പോലും നൽകിയ ജാമ്യം റദ്ദ് ചെയ്യണമെങ്കിൽ വെറുതെ സാധിക്കില്ല. അതിന് തക്ക കാരണമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇത്രയുമൊക്കെ ബോബി അഹങ്കാരം കാണിച്ചിട്ടും ആദ്യം ഇത്രയും ശുഷ്കാന്തി കാണിച്ച പോലീസ് ഇതെല്ലാം കണ്ണടയ്ക്കേണ്ട ഗതികേട് എങ്ങനെയുണ്ടായി എന്നു മാത്രം നിങ്ങൾ ആലോചിക്കുക. ഇന്നലെ തന്നെ നോക്കുക, ബോബിയുടെ ഇവന്റ് കോർഡിനേറ്ററാണ് ബോബിയുടെ ജീവനക്കാരെയും ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരെയും ഫീൽഡ് സ്റ്റാഫുകളെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും എല്ലാം ഇന്നലെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമെന്ന് കരുതുന്ന ആ സമയത്ത് അവിടെ എത്തിച്ചത്. അത്യാവശ്യം ഒരു പ്രശ്നം വന്നാൽ കൈകാര്യം ചെയ്യുവാൻ പറ്റുന്ന തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങൾ വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കുവാൻ ബുദ്ധിയില്ലാത്തവരാണോ, അല്ലെങ്കിൽ ഇപ്രകാരം സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകാത്തവരാണോ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ? ഇന്നലെ വൈകിട്ട് ജയിലിന് മുന്നിൽ ആൾക്കൂട്ടമുണ്ടാക്കി അത് മാക്സിമം മാധ്യമങ്ങൾക്ക് ആഘോഷിക്കുവാൻ വക നൽകി. ഇന്നും വിഷയം ലൈവാക്കി നിർത്തി വെടിക്കെട്ടിൻ്റെയും പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെ പ്രത്യേകം തയ്യാറാക്കിയ തുറന്ന ജീപ്പിൽ തൃശ്ശൂരിലേക്ക് പോവുകയും 12 മണിക്ക് എറണാകുളം പ്രസ് ക്ലബ്ബിലും 4 മണിക്ക് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിലും മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഇന്ന് മുഴുവൻ ലൈവായി നിന്ന് ഉണ്ടായ ക്ഷീണം മുഴുവൻ തീർക്കുവാനായിരുന്നു ബോബിയുടെ പദ്ധതി. അതാണ് പേടിച്ച് മാറ്റിവെച്ചത്. ഇന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും കോടതി സ്വമേധയാ ഇടപെട്ട് ജാമ്യം ക്യാൻസൽ ചെയ്യും എന്ന ഘട്ടം വന്നപ്പോൾ മാത്രമാണ് ബോബി മലക്കം മറിഞ്ഞ് മാപ്പപേക്ഷിച്ചത്. കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ മുൻപിലാണ് ബോബിയുടെ അഭിഭാഷകൻ ക്ഷമാപണം നടത്തിയത്. ഇതോടെ ക്ഷമാപണം സ്വീകരിച്ച കോടതി ഈ കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇനി വാതുറക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിരുപാധികം മാപ്പ് നൽകണമെന്നും അപേക്ഷിച്ചു.
മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബോബിക്ക് നാക്കുപഴിച്ചതാണെന്നും കോടതിയെ അപമാനിക്കുവാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. തുടർന്നാണ് കോടതി മാപ്പ് സ്വീകരിച്ച് സ്വമേധയാ എടുത്ത കേസ് തീർപ്പാക്കിയത്. കോടതിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ബോബിയുടെ അഭിഭാഷകനെ ഓർമ്മിപ്പിച്ചു. ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ പോലെയാണ് ബോബി ചെമ്മണ്ണൂർ പെരുമാറിയതെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി. കാശ് കൊടുക്കുന്ന വക്കീലന്മാരും നന്നായി പണിയെടുക്കട്ടെ എന്നാണ് ബോബിയുടെ നിലപാട്. ഇനി നമുക്ക് ബോബിയുടെ ആ മലക്കം പറച്ചിൽ കാണാം. ഒരിക്കലും നാടകം കളിക്കുക എന്നുള്ള അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ മീഡിയകളിലൊക്കെ നാടകം എന്നുള്ളൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും നമ്മളൊരു ബിസിനസ്മാനാണ്, കോടതിയോടൊക്കെ അങ്ങനെ കളിക്കുക, ആരെങ്കിലും വിവരമുള്ളവരാരും കളിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഒരിക്കലും ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ആ രീതിയിലേക്കുള്ള അങ്ങനെയൊക്കെ ചർച്ചകൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അതിൽ എനിക്ക് യാതൊരു കുറവില്ല എന്നതാണ്. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ ധിക്കരിച്ചു എന്നുള്ള ഒരു സംഭവം എന്നെ കുറിച്ചിട്ടുണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാവില്ല ഭാവിയിൽ. ഇത്ര കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. വലിയ വിവാദങ്ങളുടെ സുഖമറിഞ്ഞ ജയിൽ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ ബോബി ഇനി അടങ്ങിയിരിക്കില്ല. ഇതിലും വലിയ നമ്പറുകളുമായി ആശാൻ നാളെ തന്നെ കളത്തിലിറങ്ങും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.